എന്റെ അമ്മയുടെ അതല്ല ഇപ്പൊ പറഞ്ഞത് അത് എഡിറ്റ് ചെയ്തത് പ്ലീസ് ക്ലിക്ക് ബേറ്റിന് വേണ്ടി അത് ചെയ്യരുത്. മോശമായിട്ട് ഞാൻ അഭിപ്രായം എടുത്തിട്ടില്ല. ദയവ് ഇത് ഉപദ്രവിക്കാണ്ടിരിക്കും. ഹൊറർ ഫിലിം എന്ന് പറഞ്ഞ ഇതിനെ ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഇത് ഹൊറർ ഫിലിം അല്ല. ഇതിന്റെ എൻഡിങ് മനസ്സിലാവില്ല. കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിങ് ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു ഹൊറർ ഫിലിം ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ഹൊറർ ഫിലിം ആയിട്ട് നിങ്ങൾ കാണരുത്. മീഡിയയോടുള്ള റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ ഹൊറർ ഫിലിം എന്ന് പറഞ്ഞ ഇതിനെ ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഇത് ഹൊറർ ഫിലിം അല്ല. ഇതൊരു ടിപ്പിക്കൽ എന്താ പറയണ്ട, ഒരു കോൺചൂറിങ് പോലെയോ പഴയ ഈവിൽ ഡെഡ് പോലെയോ ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫിലിമാണ്. ഇതൊരു ജംപ് സ്കെയർസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരേണ്ട, അങ്ങനെ തിയേറ്ററിൽ വരേണ്ട ഒരു സിനിമയാണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു പുതിയ ജോൺറർ ആണ്. ആ ജോൺറയിലുള്ള സിനിമകൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൊറർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റാണ്. കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ തെറ്റായിട്ട് അതിനെ ഹൊറർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇതൊരു പുതിയ ജോൺറ ആണ്. ആ ജോൺറയിൽ ഒരു ആദ്യത്തെ സംരംഭമായിട്ടാണ് ഈ സിനിമ വടക്കൻ നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതില് വളരെ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കാണ്ടിരിക്കും. ഇതിന്റെ എൻഡിങ് മനസ്സിലാവില്ല, അല്ലെങ്കിൽ എൻഡിങ് വളരെ ആംബിഗ്യസ് ആണ്, ഓപ്പൺ എൻഡഡ് ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിങ് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ എൻഡിങ് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഫസ്റ്റ് ഫ്രെയിം ഓർത്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഡിങ് പിടികിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ അത് മനസ്സിലാവാത്ത ആളുകൾ റിവ്യൂ, പക്ഷെ റിവ്യൂവിന് അത് ഒരു പോരായ്മയായിട്ട് പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ സിനിമ ഒന്ന് പോയി കാണുക. ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. റൂമിലൊക്കെ പോയിട്ട് പിന്നെ തന്നെ ഉറങ്ങണം. പക്ഷെ ലക്കിലി രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഡേ സമയത്ത് സൂര്യന് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര പേടിയുണ്ടായില്ല. പക്ഷെ ശരിക്കും ഡേ സമയത്ത്, കാരണം അവിടെയും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ കുറച്ച് സെക്യൂർഡ് ആണ്. അവിടുത്തെ ആരും ഇല്ല, വെല്ലിജിലൊക്കെയാണ്. അപ്പൊ ഒരിക്കൽ റൂമിൽ വന്നാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, എന്ത് കാരണം വെച്ചാലും. അപ്പൊ എനിക്ക് പേഴ്സണലി പേടിയുണ്ടായി. പക്ഷെ ഷൂട്ടിൽ വി ഓൾ വർ ഹാവിങ് ലൈക്ക് എ വെരി ഗുഡ് ടൈം. രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് ഒക്ടോബർ നവംബർ സമയം. കുട്ടിക്കാനത്ത് ഫോഗ് ഉണ്ടായി. പിന്നെ ഒരു ഒരു ചെറിയൊരു മലയുടെ നല്ലൊരു തന്നോട് നിൽക്കുന്ന ഒരു വീട്. അപ്പൊ എല്ലാവരും ടേക്കുന്ന സമയത്ത് സൈലൻസ് ആകുമ്പോ നമുക്ക് തോന്നിക്കും പുറത്തുനിന്ന് ആരോ എന്തോ ശബ്ദം വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ മൈൻഡ് പ്ലേയിങ് ഗെയിംസ് ആണ്. കലേഷ് പറഞ്ഞ പോലെ ഇതൊരു ഹൊറർ സിനിമ അല്ല. ദയവ് ഇതൊരു ഹൊറർ സിനിമയായിട്ട് പറയരുത്. ഹൊറർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ജംപ് സ്കെയർ, ബ്രൂട്ടാലിറ്റി, ഇതെല്ലാം. ഇതിനകത്ത് അതൊന്നുമില്ല. ഇതിനകത്ത് ബ്രൂട്ടാലിറ്റി, ഇതിന്റെ ഹൊറർ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ സോഷ്യൽ ഒരു കോസ് ആണുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ജാപ്പനീസ് ഹൊറർ ഫിലിംസ് വളരെ എക്സൈറ്റിംഗ് ആണെന്ന് പറയുമല്ലോ. അപ്പോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹിരോഷിമ, നാഗസാക്കി ഇങ്ങനെയുള്ള ബോംബിങ്സ്, ആ സംഭവങ്ങളൊക്കെ നടന്ന അവരുടെ സൈക്കിനുള്ളിൽ അങ്ങനെ ഒരു സ്കാർ കിടപ്പുണ്ട്. കൊറിയൻ ഹൊറർ ഫിലിംസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂൾസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ വടക്കിലും അതുപോലെ ഒരു അണ്ടർലൈൻ സോഷ്യൽ കറന്റ് ഉണ്ട്. അത് കേരളമായിട്ട് ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതുകൊണ്ടാണ് കലേഷ് പറഞ്ഞതുപോലെ നേരത്തെ ഫസ്റ്റ് ഫ്രെയിം, അത് വളരെ ഫേമസ് പെയിന്റിംഗ് ആണ് സിനിമ സെറ്റ് ചെയ്യാൻ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പതിന്റെ ഒരു വളരെ 1515 വന്ന ഷാരൺ ക്രോസിംഗ് ദ റിവർ സ്റ്റെക്സ് വളരെ ഫേമസ് പെയിന്റിംഗ്. അപ്പൊ അതിനകത്ത് ഒരു ആള് ഒരു റിവർ ക്രോസ് ചെയ്യുന്നു, ഒരു സോളിനെയും കൊണ്ട് റിവർ ക്രോസ് ചെയ്യുന്നു. അപ്പുറത്ത് നരകം, ഇപ്പുറത്ത് സ്വർഗം. അതാണ് പെയിന്റിംഗ്. ഫുൾ സിനിമ എന്താണെന്ന് ആ ഒറ്റ പെയിന്റിംഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫ്രെയിമിൽ. അതിന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് ഫ്രെയിമിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു നെഗറ്റീവാണ് ഫുൾ സർക്കിൾ പോകുന്നതിനകത്ത്. അല്ലാതെ ഇത് ജംപ് സ്കെയറോ ഇതൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ കണക്ട് ആവുന്നത് സ്ലീപ് ചേട്ടൻ വഴിയാണ്. സ്ലീപ് ചേട്ടനാണ് സജീദിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ സജീദ് വന്ന് കഥ പറഞ്ഞു. അപ്പൊ കഥ കേട്ടപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ
മലയാളത്തിൽ അധികം കാണാത്ത ടൈപ്പ്, ഇപ്പോൾ ഈ സ്ക്വിഡ് ഗെയിമോ അതല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ പോലെ അധികം വരാത്തൊരു പ്രമേയമാണ്. അപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി കണ്ടന്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശ്രീവിചേട്ടൻ എന്തിനാണ് എന്നെ കണക്ട് ചെയ്തത് എന്നുള്ളത്. അതായത് ഞങ്ങൾ കഴിഞ്ഞൊരു 5-6 വർഷം വനിതാ ഫിലിം അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനിതാ ഫിലിം അവാർഡ് നൈറ്റിന് ഏകദേശം ഇതുപോലെയാണ്, ഏകദേശം ഒരു 10-15 ക്യാമറ ഉണ്ടാവും അറ്റ് എ ടൈം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീവിചേട്ടൻ പരിചയപ്പെടുത്തിയത്. എന്തായാലും എൻ്റെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സജീദ് എഡിറ്ററാണ്. സജീദ് MTVയിലെല്ലാം എഡിറ്ററായിരുന്നു. അപ്പോൾ ഒരു എഡിറ്ററുടെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു എഡിറ്ററുടെ കൂടെ എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും സുഖം. കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ആദ്യമേ തന്നെ പ്ലാനുകളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചധികം കാലം എന്താ പറയുക വർക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞാൻ ഇവിടെ വന്നത് എന്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്റെ പ്രൊഡ്യൂസർ എന്നെ സെലക്ട് ചെയ്തത് ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഐ കെയിം ആസ് ശ്രുതി മേനൻ. ഞാൻ ഇവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് മാറാനല്ല. ദാറ്റ് വാസ് നോട്ട് ദി എയിം. സോ ഞാനിത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാക്ക്ലാഷ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൻഡ് പ്ലസ് ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിഞ്ഞില്ല. ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ്. കാരണം അത് മനസ്സിൽ തട്ടിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് റൂം എല്ലാം പോകും. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പരിഹസിച്ചിട്ടുണ്ട് ആൾക്കാരെ, കുറെ നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ടിൽ കരഞ്ഞിട്ടും കൂടിയുണ്ട് അങ്ങനത്തെ. പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ പക്ഷെ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ. അതായത് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ ചെറുപ്പമായിരുന്നു. ദിസ് ഇസ് വെരി നോർമൽ ഡിഫിക്കൽട്ടി. അത്ര എല്ലാവരും ലൈഫ് അത്രയും ഈസി ആയ ലൈഫ് കിട്ടിയാൽ ഇറ്റ്സ് ബോറിംഗ്. ഡോണ്ട് യു തിങ്ക് സോ? കുറച്ചൊന്ന് അപ്പ് ആൻഡ് ഡൗൺ, കുറച്ചൊന്ന് സ്ട്രഗിൾ എല്ലാവർക്കും വേണം. എന്റെ സോഷ്യൽ മീഡിയയിൽ ട്രോൾസ് വന്നിട്ട് അത് പറയും. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു എന്നെ ഫോളോ ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇപ്പൊ ട്രോൾ വന്നാൽ ഞാൻ നേരെ തിരിച്ചു കൊടുക്കും. ആൻഡ് ഒരു ഐ തിങ്ക് അബൌട്ട് 2 years ago ഞാൻ ശരിക്കും കൊടുക്കുമായിരുന്നു. ബിക്കോസ് they used to talk smack about my mother, my body. എന്റെ ബോഡിയെ കുറിച്ച് വൃത്തികേട് പറയാം, എന്റെ അമ്മയെ കുറിച്ച് വൃത്തികേട് പറയാം, എന്റെ ഫാമിലിയെ കുറിച്ച് വൃത്തികേട് പറയാം. അപ്പൊ ഞാനും അതേപോലെ തന്നെ ട്രോളിംഗ് ട്രീറ്റ്മെന്റ് അവിടെയും അമ്മയെ വിളിച്ച്, ആ ചേച്ചിയെ വിളിച്ച്, അനിയത്തെ വിളിച്ച്, നിന്റെ അമ്മയുടെ അതല്ല ശരിയല്ല ഞാൻ പറയുന്നത്. No, I used to say what your mother has is exactly what every other woman has. You comment on my body, I'm a woman. If your mother has the same thing, and hasn't she taught you any manners? അതുപോലെ പറഞ്ഞപ്പോൾ ശരിക്കും ട്രോളിംഗ് ഹാസ് ലൈക്ക് വാനിഷ്ഡ്. ഇപ്പൊ ആരൊന്നും പറയില്ല. ഇപ്പൊ എനിക്ക് അത്ര ദേഷ്യമൊന്നും വരാറില്ല. കുറച്ച് മെച്ചോറിറ്റി ഒക്കെ വന്നപ്പോ ഇറ്റ്സ് ടെറിബിൾ, ഗൈസ് ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പൊ പറഞ്ഞത് അത് എഡിറ്റ് ചെയ്തത് പ്ലീസ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി അത് ചെയ്യരുത്. കാരണം ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാണ്. Trolling women on their bodies and abusing them online is horrible. My first Malayali movie, and of course the experience is very good. I would like to thanks to my director and my producers and the whole team of Varakan that we become a family now, and it is a really great experience that today I'm having here and being a part of this great movie. താങ്ക് യു. ചെയ്യേണ്ടതെന്നൊക്കെ ഓൾറെഡി ഡിസൈഡഡ് ആണല്ലോ, കഥയുണ്ടല്ലോ. അപ്പൊ അത് നേരത്തെ പറയുന്നുണ്ട്. കട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാന്നേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഞങ്ങളായി തന്നെ എന്ന് പറയാൻ പറ്റില്ല. ഈ വർക്ക്ഷോപ്പ് ഉണ്ടായിന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മൾ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എന്ത് തരത്തിലാണ് ഇത് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ കമാൻഡ് ഇല്ല എന്ന് പറയുന്നതും ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഓക്കെ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈൻസ്, ഇതെല്ലാം ആക്ച്വലി ഇറ്റ്സ് ഓൾറെഡി ഗിവൻ. അല്ലാതെ അങ്ങനെ മറ്റേ പശുവിനെ അഴിച്ചുവിട്ട പോലത്തെ പരിപാടിയായിരുന്നില്ല. എക്സാക്ട് ഒരു പൊസിഷനോ അല്ലെങ്കിൽ ക്യാമറ എവിടെ ഉണ്ടെന്നോ ഒന്നും അറിയില്ല എന്നുള്ളൂ. നമ്മൾ എവിടെ പോയാലും അത് റെക്കോർഡഡ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ബിക്കോസ് ഐ തിങ്ക് ഒരു 17 ക്യാമറയോളം ആ ബംഗ്ലാവിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പുറത്തും ക്യാമറാസ് ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ എന്ത് പോയാലും എല്ലായിടത്തും ഈ ക്യാമറ ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണേലും പോകാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും ഈ റൂമിൽ നിന്ന് ഈ റൂമിലായിരിക്കും, ഇവിടെ നിന്ന് ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് അവിടെ ആയിരിക്കും. ഇറ്റ്സ് ഓൾ പ്ലാൻഡ്.